ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. കുറച്ച് ഇടനേല പറിക്കണം. പിന്നെ അവിടെ ജാതിക്ക ഉണ്ടെങ്കിൽ ഒരെണ്ണം പറിച്ച് തിന്നാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അതും പറിക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. നമ്മുടെ പറമ്പിൽ ഒരു ഇടനേല മരം നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പോയി നോക്കാം. അത് കുത്തനെയുള്ള ഇറക്കമാണ് പറമ്പിൽ. നോക്കി നടന്നില്ലെങ്കിൽ മുന്നും കുത്തി താഴെ പോകും. ഇഷ്ടംപോലെ വീണിട്ടുണ്ട്. പറമ്പിൽ കവുങ്ങും കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തപ്പി ഇറക്കമൊക്കെ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ മരം തപ്പുവാണ്. ചെറിയ തൈയാണ്, മരമായിട്ടില്ല. അപ്പം ഇങ്ങനെ തപ്പി നടക്കുവാണ്. അന്നേരമാണ് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് ഇച്ചിരി ചക്കയുടെ കഴിഞ്ഞ വർഷം ചക്ക പഴുത്തപ്പം ഞാൻ കുറച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇരിക്കുന്നത് ഇന്ന് അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചായക്ക്. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഇടനേല നിൽക്കുന്നത്. നല്ല ഫ്രഷ് ഇലയാണ്, നല്ല കളർ കണ്ടോ, ഫ്രഷ് ഇലയാണ്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് പറിക്കാം. ഒത്തിരി ഇല നമുക്ക് ആവശ്യമില്ല, കുറച്ച് ഇല പറിക്കാമെന്ന് വിചാരിച്ചു. പറിച്ചിട്ട് നമുക്കിന്ന് വൈകുന്നേരം ചായക്ക് ചക്കയുടെയും നല്ല പാൽ ചായയും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആവശ്യത്തിനൊരു 10-15 ഇല നമുക്ക് മതി. എന്നാലും ഞാനൊരു കുറച്ചുകൂടെ കൂടുതൽ ഇല പറിക്കുന്നുണ്ട്. നല്ല മണം, എനിക്ക് ഇടനേലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വാഴയില ഉണ്ടാക്കിയാലും അത്ര ടേസ്റ്റ് വരില്ല. ചക്കയുടെ ഇടനേല ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഇലയുടെ മണവും അതിൻ്റെയൊക്കെ ഒരു രുചിയും കൂടെ അതിനകത്ത് വരുമ്പോൾ, പൊതിച്ചോറ് നമ്മൾ വാഴയില കറിച്ചാലേ കൊള്ളുമെന്ന് പറഞ്ഞ പോലെ ചക്കയുടെയൊക്കെ നമുക്ക് ഇടനേലയിൽ ഉണ്ടാക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഇല, തീരെ ചെറിയ ഇല നോക്കി പറിക്കണില്ല, അത്യാവശ്യം വലിപ്പമുള്ള ഇല നോക്കി പാകത്തിന് പറിച്ചെടുത്തു. ഇത് കേട്ടോ നമ്മുടെ കിണർ. അവിടെ നമ്മൾ കുടിവെള്ളം എടുക്കുന്നത്. ബാക്കി കാര്യങ്ങൾക്ക് എടുത്തില്ലെങ്കിലും നമ്മൾ കുടിക്കാൻ ഈ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഈ അപ്പുറത്തെ പറമ്പിൽ ജാതിക്ക 2-3 എണ്ണം നിൽപ്പുണ്ട്. അപ്പം ഞാൻ അതിലൊരെണ്ണം പറിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരെണ്ണം പറിച്ചു, അത് കയ്യിൽ നിന്ന് താഴെ പോയി. അത് പിന്നെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം പറിച്ചു. എനിക്ക് ജാതിക്ക കഴിക്കാൻ, ഉപ്പും മുളകും കൂട്ടി കഴിക്കാനാണേലും അല്ലാതെ കഴിക്കാനാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം അത്യാവശ്യം മൂപ്പായ ഒരെണ്ണം നോക്കി പറിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി തിന്നാം. ഞാൻ അപ്പം തന്നെ, എനിക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല വീട്ടിൽ ചെല്ലണവരത്തേനും. അതുകൊണ്ട് അപ്പം തന്നെ എടുത്ത് കടിച്ച് നോക്കുവാണ്. കേസാണെങ്കിൽ ആദ്യം ഒരു കടി കടിച്ചു, വീഡിയോ എടുക്കുന്നതിന് മുന്നേ തന്നെ കടിച്ച് തിന്നുവാണ്. സൂപ്പർ ടേസ്റ്റാണ്. അത്യാവശ്യം മൂത്തതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം.